ഹലോ ഗൈസ്, ഇറ്റ്സ് വില്ലേജസ് കൊച്ചിക്കാരി ചൈതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇനി വെറും 1500 ഫോളോവേഴ്സും കൂടെ മാത്രം മതി. ഫോളോവേഴ്സ് അല്ല, സബ്സ്ക്രൈബേഴ്സും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ 100K ആകുന്നതായിരിക്കും. 100K ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബിൻ്റെ വക ഒരു അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു അവാർഡ് എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ ഫാമിലിക്കാണ് ആ ഒരു അവാർഡ് കിട്ടുന്നത്. സോ നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക, ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വരും. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. കാരണം മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. സോ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ എൻ്റെ ആശാൻ. ഹായ്. 1500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 100K ആകും. അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ കിട്ടും. അതാണ്. അയ്യോ, നടക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള അല്ല, ആ സൗണ്ട് ഞാൻ കേട്ടേ, അതാണ് ഞാൻ പറഞ്ഞത് നടക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പ് യാർഡിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വീക്കിൽ കയറിയേക്കുന്ന വണ്ടികൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ദിവസം പോയി ഒന്ന് ഓക്കെ വന്നതാണ് കേട്ടോ. ഒന്ന് ഓക്കെ വരുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇവിടെ പാലത്തിൻ്റെ അടിയിലായിട്ടൊരു കടയുണ്ട്, അവിടെ 50 രൂപയ്ക്ക് ഷേക്ക് കിട്ടും. ഞാൻ അവിടെ പോയി അത് വാങ്ങിച്ചു കുടിക്കും. പിന്നെയും പഴയതുപോലെ തന്നെ സൗണ്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും അതാണ് എൻ്റെ പ്രശ്നം. അതാണ്, ഞാൻ മെഡിസിൻ മര്യാദ കഴിക്കൂല. ആദ്യത്തെ ഒരു ദിവസം അമ്മേനെ ഒന്ന് കാണിക്കാൻ, ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിക്കും, പിന്നെ കഴിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പോൾ ചെറുതായിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നാണ് വീണ്ടും പഴയതുപോലെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ വീക്കിൽ കയറിയ വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മീൻസ് ഇന്നലെ നമുക്ക് പൊളിക്കാനായിട്ട് വന്നതാണ് ഈ കാണുന്ന റെനോൾട്ട് ലോഗൻ. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് വൈകിട്ടാണ് വന്നത്. നമ്മൾ ആക്ച്വലി ഇന്നലെ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് കുറച്ചും കൂടെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ലോഗൻ്റെ ഇൻറ്റീരിയർ ഇതാണ് കേട്ടോ. നല്ല കിടിലനായിട്ടുള്ള സീറ്റാണ്. ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും ഒക്കെ അടിപൊളിയായിട്ടുള്ള സീറ്റാണ്. പിന്നെ ടെയിൽ ലൈറ്റ് രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ടെയിൽ ലൈറ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ഡിക്കി ഡോറ്, ബമ്പർ എല്ലാം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. 2 മിറർ, സൈഡ് മിറർ. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. ഫ്രണ്ട് ബമ്പറൊക്കെ അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിരിക്കും കൊടുക്കുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാൻഡ്രോ. ഇത് നമുക്ക് ഇന്നലല്ല, മിനിഞ്ഞാന്ന് രാവിലെ വന്ന വണ്ടിയാണ്. ഇന്നലെയാണ് ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തത്. ഇതാണ്. ഞാനൊരു കാര്യം പറയാം, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്, ഇതിൻ്റെ വീഡിയോ ഇതൊന്ന് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് സാൻഡ്രോൻ്റെ ഇൻറ്റീരിയർ. എക്സ്റ്റീരിയറിൽ ഇപ്പോൾ ഓൾറെഡി ഇന്നലെ ഒരു കസ്റ്റമർ വന്ന അതിൻ്റെ ബമ്പറും സൈഡ് ഫെൻഡറൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ടെയിൽ ലൈറ്റൊക്കെ പൊട്ടിയിരിക്കുകയാണ്. സീറ്റ് നിങ്ങൾക്ക് നോക്കാം. AC വെൻസ്, സ്പീഡോമീറ്ററൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂഫിൽ ലൈറ്റ് വരില്ലേ, ആ ലൈറ്റും ആ ഒരു മിററും കൂടെ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മിക്കപ്പോഴും എൻക്വയറി വരുന്നതാണ്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ടുള്ളത്, നമ്മളുടെ എന്തുമായിരുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പലരും നമ്മുടെ മിക്ക വീഡിയോസിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇതൊരു ഷോപ്പായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ മാത്രമല്ല, ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ലോക്കലി ആണെങ്കിൽ കസ്റ്റമേഴ്സ് വരും. അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഈ കോളൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ സ്ക്രാപ്പിന് മാത്രമല്ല, ഞാൻ വണ്ടി കച്ചവടം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓട്ടത്തിലും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ നമ്പർ കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പല ആൾക്കാരും ചുമ്മാ ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അതെ, എന്നെ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് പ്രൊപ്പോസൽസ് വേറെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ സുഖവിശേഷങ്ങൾ അന്വേഷിക്കാൻ.
ഓക്കെ എന്തെങ്കിലോട്ടെ ഇതറിയാലോ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇങ്ങനെയും ആൾക്കാരുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഓക്കെ. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അതാണ് കാര്യം. പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നാണ് ഈ കാണുന്ന നാനോൻ്റെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ പോയി ഗൈസ്, സീറ്റെല്ലാം പോയി. ഞാൻ തുറന്ന് കാണിച്ചാൽ അത് എല്ലാത്തിനും ആവശ്യക്കാരാണ്. നമ്മളിവിടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 2-3 ദിവസം ഈ വണ്ടി ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഓരോരോ പാർട്സായിട്ട് പോകാൻ തുടങ്ങും. ഇതിൻ്റെയൊക്കെ ഡോറൊക്കെ നല്ലതാണ് കേട്ടോ നാനോൻ്റെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവയുടെ ഓൾമോസ്റ്റ് പാർട്സ് ഒക്കെ പോയായിരുന്നു. സെൻറ്റർ സീറ്റ് പോയി. ഇനി ബാക്കിലത്തെ സീറ്റും ഫ്രണ്ടിലത്തെ സീറ്റും നമുക്ക് അവൈലബിൾ ആണ്. AC വെൻസ്, സ്പീഡോമീറ്റർ, ഡോർ പാഡൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണം തന്നെ നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഏതായിരുന്നു, ഫോർഡ് ഫിയസ്റ്റ, ഗ്ലോബൽ ഫിയസ്റ്റ, അതാണിത്. അതിൻ്റെ 4 അലോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് അടിപൊളിയാണ്, സീറ്റ് അടിപൊളിയാണ് കേട്ടോ. ഗ്ലോബൽ ഫിയസ്റ്റയുടെ സീറ്റ് അടിപൊളിയാണ്. പിന്നെ AC വെൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഡാഷ്ബോർഡ്, ഡോർ പാഡ് അയച്ചു വെച്ചിട്ടുണ്ട്. കാര്യമാക്കണ്ട. എൻ്റെ ഈ കോലം നിങ്ങൾ നോക്കണം കേട്ടോ. വൈകിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണ്, മുടിയൊക്കെ കെട്ടി വെച്ച് ഒരുമാതിരി. കനി അവിടെ നിലാവുണ്ടോ, കളിയാക്കി പറഞ്ഞതാ, കനിന്ന് വിളിച്ചാൽ മതി. പിന്നെ നല്ല പേരല്ലേ കനി. പിന്നെ നമുക്കൊരു ഷെവർലെ സെയിൽ നമുക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചയല്ല കേട്ടോ, ഒരു 2 വീക്സ്, ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവുമായിരിക്കും. സെയിലിൻ്റെ സീറ്റ് അടിപൊളിയായിട്ടുള്ള സീറ്റാണ് സെയിലിൻ്റെ. ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റാണ്. ഇതിൻ്റെ AC വെൻസ്, ഡോർ പാഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഈ സീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരില്ല, അവർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സീറ്റ് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഒത്ത് പോയിന്ന് വിചാരിച്ചാ പൊളിക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പണിതെടുക്കാലോ. പിന്നെ കഴിഞ്ഞ ദിവസം വന്നതാണ് ഈ കാണുന്ന ഫിയറ്റ് പാലിയോ. ഇതിന് നമുക്ക് അലോയ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റും അടിപൊളിയാണ്. നോക്ക്, കാണിച്ചു കൊടുക്ക്. ദേ ബാക്കിലത്തെ സീറ്റില്ല, രണ്ടും പോയി. ഫ്രണ്ടിലത്തെ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് പാലിയോൻ്റെ സീറ്റ് കേട്ടോ. ഡോർ പാഡൊക്കെ അവൈലബിൾ ആണ്. AC വെൻസ്, 2 സൈഡ് മിററൊക്കെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അലോയ്സ് വരുമ്പോഴത്തേക്കും 13 ഇഞ്ചസിൻ്റെ അലോയ്സ് ആണ്. ഈ ഒരു അലോയ്സ് കൂടെ നമുക്ക് അകത്ത് വേറൊരെണ്ണം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കത്തിയ വണ്ടിയുണ്ട്, അത് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നാണ് ഈ കാണുന്ന പോളോ. ഇത് കത്തിപ്പോയി ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ മൊത്തം കത്തിപ്പോയിട്ടാണ് വന്നത്. കുറേ നാളായി കിടക്കുന്നത്. ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് അടിപൊളിയാണ്, നോക്കണം കേട്ടോ മോനെ. പിന്നെ ടെയിൽ ലൈറ്റ് അടിപൊളിയാണ്. രണ്ട് ടെയിൽ ലൈറ്റും അടിപൊളിയാണ്. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബാക്കിലത്തെ ബമ്പർ പോളോ യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബമ്പർ എടുത്തിട്ട് ഇതിൻ്റെ പെയിൻറ്റ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ റീപെയിൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല പെയിൻറ്റ് കണ്ടില്ലേ. ഇത് വരുമ്പോഴത്തേക്കും ഡീസൽ എഞ്ചിനാണ്, TDI ആണിത്. പിന്നെ നമുക്ക് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ ദിവസമായിട്ട് വന്ന വണ്ടികളുണ്ട് ഞാൻ കാണിക്കുന്നത്. എവിടാ സത്യം കേട്ടോ. ഞാനിപ്പോൾ ഓട്ടോമൊബൈൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കോളേജിൽ പോകുന്നു, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നു, ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കുന്നു. സത്യമായിട്ടും അത് ഇന്റേൺഷിപ്പ് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഈ മാസമല്ല അതെ മാർച്ചിൽ ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വേറെ ഷോറൂമിൽ പോകേണ്ടി വരും. പക്ഷെ ഇവിടെ അതിന് മുമ്പായിട്ട് എനിക്ക് ഇന്റേൺഷിപ്പ് തരുന്നുണ്ട്. ആരാണ്? ഇവിടെ അതെ, അതിലെന്റെ ആശാനാണ്. ദോ നിൽക്കുന്ന എന്തൊരു ക്യൂട്ട് ബേബിയാന്ന് നോക്കിക്കാ, ചിരി കണ്ടില്ലേ. അടുത്ത മാസം പയ്യന്റെ കല്യാണമാണ്. കല്യാണമല്ലല്ലോ, നിശ്ചയമാണ്. കല്യാണത്തിന് വിളിക്കാം, എൻഗേജ്മെന്റിനാന്ന് വിളിക്കില്ലെന്ന്, ചെലവ് കൂടുതലാന്ന്. ചുമ്മാ ഒരു തങ്കപ്പെട്ട മനസ്സുള്ള പയ്യനാണ്. വണ്ടിനെ പറ്റിയിട്ട് എനിക്ക് ഈ എന്താ പറയാ വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞിരുന്ന എൻ്റെ ഒരേ ഒരു ആശാൻ. എന്നാലും രണ്ടാമത്തെ ആശാനാണിത്. ഒരെണ്ണം പ്രദീപേട്ടൻ്റെ അച്ഛൻ ആദ്യം തലക്കെട്ട് പറഞ്ഞ ഇങ്ങനെയല്ലടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറഞ്ഞാ അല്ലേ.
അതെന്നാ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അത് ലിൻസി എന്താന്നറിയോ വണ്ടീനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പോയിട്ടില്ലേ തലവിത്ത് 20 ചോദ്യം ചോദിച്ചു വഴക്ക് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു ഇത് രണ്ടാമത്തെ ആശയം. പേടിയാണ്. അത് നമുക്ക് ആ ഒരു ക്യൂരിയസിറ്റി ഉണ്ടാവില്ല, നമുക്ക് അറിയണം എന്നുള്ളൊരു വിചാരം. ഇപ്പൊ ഞാൻ കോളേജിൽ രാവിലെ എന്താ പഠിക്കുന്നത് അത് വന്നിട്ട് ഞാൻ ലിൻസിനോട് ചോദിക്കും. അപ്പൊ ലിൻസിനേട്ടനോട് പറഞ്ഞു തരും കേട്ടോ. അവിടെ എനിക്കതൊരു വർക്ക്ഷോപ്പിൽ വേറെ മെക്കാനിക്സ് ഉണ്ടെങ്കിലും എല്ലാരും നല്ല അടിപൊളിയായിട്ടുള്ളവരാണ്. പക്ഷെ കുറച്ചും കൂടെ ഇതിനാ ലിതിൻ ചേട്ടന് അത് പറഞ്ഞു തരും കേട്ടോ. ലിതിൻ ചേട്ടൻ അലക്സേട്ടൻ പറഞ്ഞു തരും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ക്യാമറയുടെ ഫ്രണ്ടിലും വന്നോളൂ, എനിക്ക് ഈ വണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നല്ലൊരു മനസ്സുള്ളവർക്ക്. അയ്യോ ഞാനിത് പൊക്കി ആകാശത്തോളം അങ്ങനെയല്ല കേട്ടോ, ഉള്ള ആരെയാ പറഞ്ഞത്. നമുക്ക് എന്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ. പൊളിക്കാൻ പോണ ഒരു സെന്റ് എടുത്ത് അടുത്ത പണി പോലീസ് ഇപ്പൊ അടുത്ത മാസം ഇറങ്ങും മിക്കവാറും. അപ്പൊ അടുത്ത വണ്ടി പണിയോ പണിത് വേണം പണി പഠിക്കും. ലിൻസിക്ക് അരങ്ങേറാൻ പോണേ. ലിൻസി പഠിക്കോടെ ഞാൻ കണ്ടോ, നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് ലിച്ചപ്പ ഒന്ന് വണ്ടി റെഡിയാക്കി തരൂ എന്ന് പറയുമ്പോ ഞാൻ റെഡിയാക്കി കൊടുക്കും ഞാൻ. അയ്യോ ഇത് ഇനി ഏത് വണ്ടിയായിരുന്നു? അല്ല ഈ സ്പാർക്ക് നമുക്ക് ഇന്നലെ വന്നതാണ് കേട്ടോ. സെറ്റാക്കുന്നമ്മ. ഓക്കെ എനിക്കിത് ഈ സ്പാർക്ക് നമുക്ക് ഇന്നലെ രാവിലെ വന്നാണ്. ആണാ സ്പാർക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മ വിചാരിക്കണ പോലെ ഒന്നുമല്ല, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മ കാണാത്തോണ്ടാണ്. ചെറിയ വണ്ടിയൊക്കെ തന്നെ ധാരാളം കേട്ടോ. അപ്പൊ ഇതിന്റെ സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. സ്പാർക്കിന്റെ എന്താണ് സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് വരാം, വരൂ വന്നില്ലേ വാ. ഇതെന്നെ ഡെപ്പോ സ്റ്റാർ ആശാൻ, ഇതെന്നെ ഡെപ്പോ സ്റ്റാർ ആശാൻ. ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയാൽ നിന്നെ എയറിൽ കയറ്റി തരും. വിവാദമായത് അത്രേ ഉള്ളൂ. ലിൻസിക്ക് പിന്നെ ശീലമുണ്ട്, കുഴപ്പമില്ല. ഇവിടെ എന്ത് ശീലമാണ്, നമ്മള് തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പഴും നമ്മ എന്തിനാ പേടിക്കണ? വീഡിയോ ഇടും. अरे मोटू भाई बोलो भाई ऐसा है अच्छा ബാവോടാ ഞാനൊരു വീഡിയോ ഇടും. ശരിക്കും സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഹീറോസ് ഇവരാണ്. സത്യമായിട്ട് ഇവിടത്തെ ആൾക്കാർ. ഇവിടെ വണ്ടിയിലുള്ള ഒരു ചെറിയ നട്ടും പോൾട്ട് അത് എവിടെ ഇരിക്കണെന്ന് ഒരു അവന്മാർക്ക് അറിയാം. അതാ അടുത്തത് ഈ പറമ്പില് നമുക്ക് പോളോ ഉണ്ട്, പിന്നെ അതുപോലെ ഷെവർലെ ക്രൂസ്. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ മാസങ്ങളായിട്ട് വന്ന് കയറിയ വണ്ടി. കഴിഞ്ഞ മാസം അല്ല ഈ മാസം തന്നെ കയറിയതാന്ന് തോന്നുന്നു. വൈറ്റ് പോളോ ചെറിയ ചെരുപ്പാ. നീ താമസിക്കുന്നത് എറണാകുളത്തല്ലേ? ഇവിടെ വലിയ ഷോറൂം ഇട്ടിട്ടില്ലേ, സെക്കൻഡ് ഹാൻഡ് ഷർട്ടും ജീൻസും വരെ വിൽക്കണ കടകളുണ്ട്, അറിയോ ഈ എറണാകുളത്ത്? വാ നമുക്കിത് പറഞ്ഞു കൊടുക്കട്ടെ. ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞു വിൽക്കണല്ലേ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് വിൽക്കണത്. ടീഷർട്ട്, ഷർട്ട്, ജീൻസ് എല്ലാം ഇവിടെ നമുക്കുള്ളത് പോളോ ഉണ്ട്, പിന്നെ ക്വിഡ് ഉണ്ടായിരുന്നു, പത്മിനി ഉണ്ടായിരുന്നു, സെൻ എസ്റ്റീലിയോ, പിന്നെ അതുപോലെ തന്നെ ഷെവർലെ എൻജോയ്, സൈലോ, കൊറോള ആൾട്ടിസ്, ആൾട്ടോ, അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഈ പ്ലോട്ടിൽ കിടക്കുന്നത്. ഇവിടത്തെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഇത് കണ്ടില്ലേ, പൊളിച്ച് ഏകദേശം ഈ ഒരു പ്ലോട്ട് നമ്മൾ കംപ്ലീറ്റ് തീർക്കുവാണ്. ഈ കൊറോള ആൾട്ടിസിൻ്റെ ഒക്കെ ഈ ടെയിലൈറ്റൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് മാത്രം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ളവർക്ക് പറയാം നല്ല പീസാണ് ഇത് രണ്ടും, നല്ല പീസാണ് ഇത് രണ്ടും കേട്ടോ. വേണ്ടവര് DM ചെയ്യുക. ആണാ സെറ്റ് നല്ല സ്റ്റാൻഡേർഡ് കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ കിടക്കുന്നത്. പത്മിനി ആക്ച്വലി വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോട്ടോ, പത്മിനിയുടെ ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് വണ്ടി കിട്ടിയപ്പോഴും. അതുപോലെ കുറേ നാൾ എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാതെ കിടന്നിരുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷനിലാണ്. ഒഴുക്കി വീഡിയോ എടുത്തോ അവൻ ഒഴുക്കി വീഡിയോ എടുത്താലാണ് അതിൻ്റെ ഭംഗിയുള്ളൂ എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്മിനിയുടെ പാർട്സ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു എന്താണ് കുറേ നാൾ കിടന്ന ഒരു കണ്ടീഷനിലാണ് വണ്ടി വന്നിരുന്നത്. അതുകൊണ്ടിട്ട് ഇല്ല കിട്ടും നോക്ക്.
എന്താ ഞാൻ അങ്ങോട്ട് ചെല്ലോട്ടെ ഏട്ടാ. പറഞ്ഞോ എന്താ കണ്ടന്റ് പറഞ്ഞുതരാം. പറയ്. പത്മിനിയുടെ ബോഡി എടുത്തിട്ടേ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു അക്വേറിയം അടിച്ചിട്ട് നല്ലതായിരിക്കും. ബോഡിയാ? ഈ ബോഡിയിൽ അക്വേറിയം ഉണ്ടാക്കാൻ പറ്റും. നല്ല ചെലവുള്ള പരിപാടിയാണ്. അവൻ പറഞ്ഞ നിങ്ങൾ കേട്ട ഗൈസ്. ഫിയറ്റ് പത്മിനിയുടെ ബോഡി മാത്രം എടുത്തിട്ട്, ഐ മീൻ ഷെല്ല് മാത്രം എടുത്തിട്ട് അതില് അക്വേറിയം പണിയാം. പക്ഷെ നല്ല പണിയുണ്ട്. എല്ലാരും ആലോചിച്ചിട്ടുണ്ടാവോന്ന് അറിയത്തില്ല. പക്ഷെ അവൻ ആലോചിച്ച കാര്യം എടുത്ത് പറഞ്ഞാണ് കേട്ടോ. ഇതാണ് കണ്ടീഷൻ പത്മിനിയുടെ. ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി നമുക്ക് വന്നതും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പഴയൊരു വണ്ടി ഇവിടെ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതല്ലേ. എടാ അത് ഗോഗ് സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നല്ലേ പിള്ളേര്. പിന്നെ അത് അവിടെ ഒരു ക്വിഡ് കിടക്കുന്നുണ്ട്. ആ ക്വിഡ് ഇതുപോലെ തന്നെ കത്തി വന്നതാണ്. അതിന്റെ ബാക്കിലത്തെ പോർഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്നാൽ ടെയിൽ ലൈറ്റ്, ബമ്പർ അതൊക്കെ അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നല്ല പീസാണ്. ആ ടെയിൽ ലൈറ്റ് ഒക്കെ 2 നല്ല പീസാണ്. ആകെ ആ ഫ്രണ്ടിൽ മാത്രമാണ് ഡാമേജ് ഉള്ളൂ. അതിന്റെ സീറ്റ്, പിന്നെ ഇന്റീരിയർ AC വെന്റ്സ്, സ്റ്റിയറിംഗ് വീല്, ഡാഷ്ബോർഡ്, ഡോർ പാഡ് ഒക്കെ നല്ലതാണ്. അപ്പോൾ പോലെടക്കാൻ പോരാ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലോട്ടിൽ കിടക്കുന്നത്. അപ്പോ ഞാൻ എന്തായാലും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടികളുടെ എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഫുൾ വ്ളോഗായിട്ട് ഇടുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസ് വരുന്നതനുസരിച്ചിട്ട്, വണ്ടികൾ വരുന്നതനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെടുത്ത് നോക്കിയാലും മതി. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ പാർട്സ് വേണമെങ്കിൽ അതാണെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. സോ എന്തായാലും ഞാൻ ഇവിടുത്തെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വണ്ടി സ്ക്രാപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ വന്നിട്ട് നമ്മൾക്ക് ക്രെയിൻ സർവീസിൽ നമുക്ക് ക്രെയിൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാവുന്നതേ ഉള്ളൂ. സോ പാർട്സ് വേണ്ടവർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിക്കുക. അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എന്നിട്ട് ബൈ പറ. സീ യു എന്ന് പറ. പറ. പറയ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറ. വേണ്ടെന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.